എഴുതാൻ ആൾക്കാരില്ല, നല്ല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് മുന്നോട്ട് വരുന്നില്ല എന്നൊക്കെ. എല്ലാ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു നോക്കിയിട്ടാണോ പൃഥ്വി അഭിനയിക്കുന്നത്? ഞാൻ കഴിഞ്ഞൊരു 3 കൊല്ലം 2-2.5 വർഷമായിട്ടാണ് എനിക്ക് ഞാനെന്ന നടനൊരു സ്ഥാനം ഇവിടെ കിട്ടിയെന്ന് എനിക്ക് ബോധ്യമായത്. അതായത് മലയാള സിനിമയിൽ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. അതായത് പൃഥ്വിരാജിൻ്റെ ഡേറ്റ് വെച്ച് വന്നിട്ട് പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ വേറൊരാളെ വെച്ച് സിനിമ എടുക്കുക എന്നുള്ളൊരു ഘട്ടം, അവിടെ നിന്ന് പൃഥ്വിരാജിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്കുള്ളൊരു മാറ്റം എനിക്ക് ബോധ്യമായപ്പോൾ മുതൽ ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാതെ ഒരു സിനിമയും ചെയ്യാറില്ല. പൃഥ്വി എങ്ങനെ അക്സസിബിലിറ്റി എങ്ങനെ? സാധാരണ ഈ നമ്മുടെ പാർശ്വവർത്തികളായി നിൽക്കുന്ന, നമ്മുടെ കൂടെ നിൽക്കുന്ന ചില ആളുകൾ സ്ക്രിപ്റ്റ് വായിക്കുകയും അവർ നല്ല അമണ്ട സ്ക്രിപ്റ്റ് അഭിനയിച്ചോളൂ എന്ന് പറയുന്ന ലെവലിലേക്ക് ചില കേന്ദ്രങ്ങളെങ്കിലും മാറിയിട്ടുണ്ട്. ഞാൻ ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ആരും ആ സ്ക്രിപ്റ്റ് കേൾക്കില്ല, ഞാനായിരിക്കും ആദ്യം കേൾക്കുന്നത്. ഞാൻ കഴിഞ്ഞ കുറേ കാലമായി ചെയ്യുന്ന സിനിമകളിൽ പലപ്പോഴും സംവിധായകൻ പോലും ഞാൻ സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞിട്ടാണ് കേൾക്കാറുള്ളത്. സ്ക്രിപ്റ്റ് പൃഥ്വി കേട്ടിട്ട് ഇപ്പോൾ ഈ ആൾക്കാരുടെ പേടി പരിപാടിയെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഈ അടിച്ചു മാറ്റുമെന്നുള്ളതാണ്. പൃഥ്വി ഒരു സ്ക്രിപ്റ്റ് കേട്ടു, പൃഥ്വിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല, പൃഥ്വി ഈ കഥ ആരോടെല്ലാം പറയുമോ? അങ്ങനെ ഞാൻ കഥ മാറ്റി പറയണമെങ്കിൽ മലയാള സിനിമയിൽ കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ നടന്ന ഒരു 10-12 സിനിമകൾ നടക്കാതെ പോകാൻ. അത്രയും കഥകൾ കേട്ടോ പൃഥ്വി. പൃഥ്വിയുടെ ഈ സിനിമ വാക്യമായിട്ട് എന്ത് താല്പര്യമുണ്ട് സിനിമയ്ക്ക് പുറത്ത്? എനിക്ക് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആകെ ഒരു മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളോട് എനിക്ക് ഭ്രമമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്റെ പ്രായത്തിന്റെ ആയിരിക്കും. നല്ല വണ്ടികൾ, നല്ല യാത്ര ശരിക്കും ചെയ്യൂ. യാത്ര ശരിക്കും. എങ്ങോട്ടാ? ഹിമാലയോ അമേരിക്കയോ? അമേരിക്കയിൽ ഞാൻ അവസാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ അമേരിക്ക വേറൊരു പട്ടണം എന്ന ഉദ്ദേശം. ഞാൻ ഹിമാലയത്തിൽ പോയിട്ടുണ്ട്, ഞാൻ ബൈക്ക് ഓടിച്ച് പോയിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മാസം ഞാനൊന്ന് UK, സ്കോട്ട്ലൻഡ് വണ്ടി ഓടിച്ചു പോയി. ലണ്ടനിൽ ഇറങ്ങി കാർ ഹയർ ചെയ്തു, ഡ്രൈവ് ചെയ്തു. പൃഥ്വി അപ്പോൾ യാത്രക്കിടയിൽ പൃഥ്വി ഒരു കാര്യം തിരിച്ചറിഞ്ഞു കാണുമല്ലോ. ഇപ്പം ഒരു സ്ഥലത്ത് നമ്മളെ കാണുമ്പോൾ ഒരുപാട് ആളുകൾ ചുറ്റും കൂടുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് നമ്മൾ ലക്ഷങ്ങളുടെ നടുവിൽ ആരും അറിയാതെ ഒറ്റപ്പെട്ട ഈ ഭൂലോകത്തിന്റെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇതിൽ നിന്ന് പൃഥ്വിയിലേക്കുള്ള ദൂരം പൃഥ്വി എപ്പോഴെങ്കിലും വേദനിപ്പിക്കാറുണ്ടോ? അതായത് പ്രശസ്തിയിൽ നിന്ന് പെട്ടെന്ന് ആരും അറിയാത്ത ഒരാളായിട്ട്. ഞാൻ ആക്ച്വലി ഏറ്റവും കൂടുതൽ ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ടാണ്. എനിക്ക് ഈ അനോണിമിറ്റി എന്ന് പറയുന്ന സംഭവം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നഷ്ടമായി ഞാൻ കണക്കാക്കുന്നത്. ഞാൻ അതിനെ ഭയങ്കരമായി വില കൽപ്പിക്കുന്ന ഒരാളാണ്. ഈ അനോണിമിറ്റി, ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമ്മൾ ആരും തിരിച്ചറിയാതിരിക്കാൻ പറ്റുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അത് നഷ്ടപ്പെട്ടു. പക്ഷേ അതിനെപ്പറ്റി കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. മറുഭാഗത്ത് എനിക്ക് നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. തനിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് പൃഥ്വി? സാധാരണ ഇപ്പോൾ വീട്ടിലൊക്കെ തനിച്ചിരിക്കുമ്പോൾ സിനിമകൾ കാണും, പുസ്തകങ്ങൾ വായിക്കും, സിനിമകൾ കാണും. എൻ്റെ മനസ്സിലുള്ള സിനിമകളുടെ ചിന്തകൾ ഞാൻ എഴുതാറുണ്ട്. പെൺകുട്ടികൾ കത്തയച്ചാൽ മറുപടി അയക്കൂ? അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 500-600 കത്തുകളൊക്കെ വരും. ഇപ്പോൾ എല്ലാം കൂടെ മറുപടി എഴുതായിരുന്നാൽ കൂലിക്കാളെ വെച്ച് എഴുതിക്കൂടെ? അത് എന്തിനാണ് അവർക്ക്? എന്തിനാണ് കൂലിക്കാളെ വെച്ചവർ? അല്ല, അവർക്കിപ്പം എങ്ങനെയാണ് എനിക്കിത് തുറന്ന് പറയേണ്ടതെന്ന് അറിയില്ല എന്നതിനെ പോലെ 2 ലൈൻസ് കിട്ടുമ്പോഴേ അവർ പ്രത്യേകിച്ച് സങ്കല്പിച്ചോളൂ. സന്തോഷമല്ലേ? അതൊരു വഞ്ചനയല്ലേ? അതെ, ഒരു വലിയ വഞ്ചനയുടെ ഭാഗമായി ഞാൻ എന്തിനു കൂട്ടു നിൽക്കണം? അതിന്റെ ആവശ്യമില്ലെന്ന്. പൃഥ്വി, ഒരു സ്വകാര്യം, കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയിൽ നിന്നാവും? അങ്ങനെ നിർബന്ധമൊന്നുമില്ല. മലയാള സിനിമയിൽ നിന്ന് ഒരു ആലോചന വന്നാൽ ഉറപ്പിക്കുമോ? ഈ ആലോചന ഒന്നും ഉറപ്പിക്കാനും പറ്റില്ല. എനിക്ക് പ്രണയിച്ച കല്യാണം കഴിക്കാനേ പറ്റുള്ളൂ. അത് പൃഥ്വി തീരുമാനിച്ചു. അതെന്താ? അതിന്റെ ഒരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി ഞാനിപ്പം എനിക്ക് പ്രണയത്തിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ പ്രണയിച്ച് പോകുമ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ലല്ലോ. ഉഴുന്നും ഉള്ളിപ്പരിപ്പും ഒക്കെ വാങ്ങിക്കാൻ വീട്ടിൽ വന്നിരിക്കുകയും രാവിലെ പേപ്പർ വായിക്കുകയും ചെയ്യുന്ന ഭാര്യയെന്ന് ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പൃഥ്വി പ്രണയിച്ച കാലത്ത് നിന്ന് വരുന്നത് എന്ത് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പോകുന്നത്? യാഥാർത്ഥ്യത്തിന്റെ അല്ല, എനിക്ക് അപരിചിതയായ ഒരു കുട്ടിയുമായ ഒരു ജീവിതം തുടങ്ങാൻ ആ വസ്തുതയെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റില്ല എനിക്ക്. ഞാൻ നേരത്തെ എനിക്കൊരു പെൺകുട്ടിയായിട്ടൊരു സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചു. എൻ്റെ ഒരു സുഹൃത്തായതിനു ശേഷം മാത്രമേ ഒരു ഭാര്യയിലേക്ക് ആ പെൺകുട്ടി എനിക്ക് സങ്കല്പിക്കാൻ പറ്റൂ. പൃഥ്വി എന്നെ പേടിപ്പിക്കുന്നത് അറിയോ? പൃഥ്വി കല്യാണം കഴിക്കുമെന്നുള്ളതാണ്. ആർക്കറിയാം? ഇങ്ങനെ പോയ കല്യാണം പൃഥ്വിക്ക് കിട്ടും. കാരണം പൃഥ്വി പറയുന്ന ക്വാളിറ്റി ഉള്ള ഒരു പെണ്ണ് ഈ നാട്ടിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കല്യാണം കഴിക്കാൻ വലിയ പാടാവുമെന്ന് തോന്നുന്നുണ്ട് പൃഥ്വി. ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് തന്നെ പരിചയമുള്ള കുട്ടികളുണ്ട്, ഒരുപാട് പേരുണ്ട്. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെ ഒരുപാട് അവരുടെ സെൽഫ് സഫിഷ്യൻ്റ് ഉള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷെ അവർക്കൊക്കെ എന്നോടും തോന്നുന്നുണ്ട് ഇഷ്ടം.